ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുഞ്ചുരു ബേബി ഇട്ടിട്ട് ചുഞ്ചുരു ബേബിക്ക് പ്രീ സ്കൂളൊന്നും ഇല്ല അല്ല ചുഞ്ചുരു ബേബിക്ക് എന്നോട് ഇപ്പില്ല പറഞ്ഞേ. അപ്പൊ നമ്മ എന്തിനാ വന്നേക്കണേ, എന്ത് പറയാനാ വന്നത്? ഉണ്ണിയമ്മയുടെയും അഭിയച്ചന്റെയും ബർത്ത്ഡേ അല്ല വെഡിങ് ആനിവേഴ്സറി പറഞ്ഞേ. അപ്പൊ എന്റെയും അഭിയേട്ടന്റെയും 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം അഭിയേട്ടനെ എപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആഘോഷം കേക്ക് കട്ടിങ് ഉണ്ടാവും, അല്ലാണ്ട് വേറെ എന്താ പറയുക പൗഡർ വീണതോ. അപ്പം വേറെ ആഘോഷമൊന്നുമില്ല. കാരണം എനിക്ക് കഴിഞ്ഞ മാസം തന്നെ അഭിയേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു. ആ ഗിഫ്റ്റാണ് ഈ കാതിക്ക് എടുക്കുന്ന കമ്മൽ, എനിക്ക് അഭിയേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിന്ന് ഉച്ച കഴിഞ്ഞൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ എന്താ, അതാണ് സംഭവം. അപ്പോൾ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഞാനും അഭിയേട്ടനും ഒരുമിച്ചാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചുഞ്ചുരു ബേബീനെ കിട്ടി. നമുക്ക് ചുഞ്ചുരു ബേബി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഈ നാളത്തെ പ്ലാനിങ് എന്ന് വെച്ചാൽ നാളെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം. ഞങ്ങൾ ബർത്ത്ഡേ ആയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ നമ്മളോട് ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ തന്നെ പോകും. ഞാനും അമ്മയും കുഞ്ഞാവേ ഉണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, അമൃത ചിലപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നേരം വൈകി, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഇച്ചിരി കുളിക്കാനൊക്കെ ലേറ്റായി. ചുഞ്ചുരു ബേബിയും കുറച്ച് ലേറ്റായി കുളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മാളയ്ക്ക് പോകാമെന്നുണ്ടോ വിചാരിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ. പ്രത്യേകിച്ച് അങ്ങനെ കുറേ സാധനങ്ങളൊന്നുമില്ല. ചുഞ്ചുരുവിന് അംഗനവാടിയിൽ ഇട്ടുകൊണ്ട് പോയ ചെരുപ്പ് വാങ്ങിക്കണം, സ്ലിപ്പർ പോലത്തെ എന്തെങ്കിലും. ചെരുപ്പുകളുണ്ട് കുറേ, പക്ഷേ ഇങ്ങനെ ഒക്കെ വാറുള്ളത്, അപ്പോൾ ദൂരാൻ പെട്ടെന്ന് പാടുക. അപ്പോൾ അത് കാരണം ഒരു സ്ലിപ്പർ പോലത്തെ 2 വാറിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കണം. അത് വാങ്ങിക്കണം. പിന്നെ കുറച്ചല്ല ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. വല്ലാണ്ട് മേക്കപ്പ് ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ നോർമൽ ഒരു ക്രീം യൂസ് ചെയ്യും. പിന്നെന്താ, ഒരു പൊട്ട് തൊടും. ഐലൈനർ പോലും എനിക്ക് എന്ത് ഇഷ്ടമല്ല. ഇന്ന് പുറത്ത് പോകണ വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അധികം ഒന്നും ഉണ്ടാവില്ല, കുറച്ച് എന്താ പറയുക, ജസ്റ്റ് മാളയ്ക്ക് പോകുമ്പോൾ വരുന്നു അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നാളെ അമ്പലത്തിൽ പോണത് നാളത്തെ ഒരു വ്ലോഗ് പോലെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ കുറച്ച് ഒരു ലോങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്സാണ് ഇടാറ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോയി പർച്ചേസൊക്കെ ഇട്ട് വരാം. കേട്ടോ, മാളയ്ക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ മാളയിലെത്തിയിട്ട് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം പോയത് ബ്യൂട്ടി പാർലറിലേക്കാണ്. സെഞ്ചുറീസ് ബ്യൂട്ടി പാർലറിലോട്ടാണ് നമ്മൾ പോയത്. ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ചേട്ടന് സ്റ്റഡ് അടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ത്രെഡിങ് ഒക്കെ വല്ലപ്പോഴും ചെയ്യുള്ളൂ, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ചെയ്ത് കിട്ടണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചേച്ചി നന്നായിട്ട് ചെയ്തൊന്ന്. ശ്രീജ എന്നാണ് കേട്ടോ ഈ ചേച്ചിയുടെ പേര്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ ആ വീഡിയോ എടുത്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലിടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊരു ചമ്മലായിരുന്നു. ആദ്യം റോട്ടിൽ കൂടെ പോകുമ്പോഴായാലും എന്താ പറയുക, എവിടെയെങ്കിലും ചെന്നിട്ടൊക്കെ ആയാലും എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. മടിയുടെ അല്ല, എനിക്കൊരു ചമ്മലാണ്. ആളുകൾ എന്ത് വിചാരിക്കും, അയ്യോ അവർ നോക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ വേറെ ആളുകളെടുത്ത്, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചുഞ്ചുരു ബേബിക്ക് ഒരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഒരു ചെരുപ്പ് മേടിച്ചു. കുറേ നേരം നോക്കിയതിന് ശേഷമായിട്ടൊരു ചെരുപ്പ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങളത് ആ ചുഞ്ചുരുവിന് മാംഗോൻ്റെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ഒരു മാംഗോൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി. അപ്പോൾ ഞാൻ ആദ്യം ഒരു കടയിൽ കയറി, അപ്പോൾ അവനത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനത് തന്നെ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ വേറെ കടയിൽ ചോദിക്കാനായിട്ട് പോവാണ് കേട്ടോ. കാരണം എന്താ പറയുക, ഇവനങ്ങനെ ഐസ്ക്രീമൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ എന്നാലും കൊടുത്തപ്പോൾ അന്ന് അച്ഛനത് മേടിച്ചപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മാംഗോൻ്റെ ആണ് കേട്ടോ വാങ്ങിക്കാൻ പറഞ്ഞോട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ പോണത് നേരെ നവരത്നയിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഞാൻ ആ ചേച്ചി എടുത്ത് പറഞ്ഞു, കിങ് അൽഫോൺസോ എന്നാണ് കേട്ടോ അമൂലിൻ്റെ ഐസ്ക്രീമിൻ്റെ പേര്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതിവിടെ ഇല്ല. ആ ചേച്ചി കുറേ പറഞ്ഞു കേട്ടോ, കുറേ ഇത് വേണോ അത് വേണോ എന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി വേറെ കടയിലോട്ട് പോകാം കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ മാള ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വരും, വണ്ടിക്ക് വരും, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. പക്ഷെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കടകളിൽ ഇങ്ങനെ കയറുന്നത്. അപ്പോൾ അത് അടുത്ത കടയിൽ വന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇല്ല, ആ ഐസ്ക്രീം ഇല്ല. അവൻ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പിരികൊക്കെ ത്രെഡ് ചെയ്തു, ചുഞ്ചുരിന് ചെരുപ്പ് മേടിച്ചു. പക്ഷേ ഉണ്ടല്ലോ മാംഗോൻ്റെ ഫ്ലേവർ വേണമെന്ന് പറഞ്ഞിട്ടോ അവൻ ഐസ്ക്രീം. പക്ഷെ മാംഗോൻ്റെ ഫ്ലേവർ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് വേറെ കടയിൽ നിന്ന് മേടിക്കാം കേട്ടോ. പോവാണ്, വണ്ടി വെച്ച് കൊടുത്തത് നമ്മൾ പോവാണ്. നമ്മൾ ഇനി അവിടെ ചെന്നിട്ട്
ഐസ്ക്രീം മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. കേട്ടോടത്തേ. പിന്നെ നമ്മൾ സ്ഥിരം കയറുന്ന കടയിൽ കയറിയിട്ടും ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കടയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഒരു പിസ്താൻ്റെ ഫ്ലേവർ വാങ്ങിച്ച് ഞങ്ങൾ നേരെ നന്ദനം സ്റ്റോഴ്സിലോട്ട് പോയി. അപ്പോൾ എനിക്ക് കുറച്ച് ചില്ലറ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ, അതൊക്കെ മേടിക്കാൻ കേട്ടോ. അതിനിടയിൽ ചുഞ്ചുരു ബേബി ഇതാ കുറേ കളിപ്പാട്ടമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കളിപ്പാട്ടം വാങ്ങാന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായില്ല കേട്ടോ, ബഡ്ജറ്റിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുഞ്ചുരു ബേബി ആണെങ്കിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മേടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഒന്നും ചുഞ്ചുരു ബേബി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പീപ്പിയാ? അത് പീപ്പി അല്ല, അത് പീപ്പിയാണോ? അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദിയും അക്കുവും വന്നത്. ഇത് നമ്മുടെ അച്ചുക്കുട്ടൻ്റെ ചേട്ടന്മാരാണ് കേട്ടോ, നമ്മുടെ ചുഞ്ചുരു ബേബിൻ്റെ കൂട്ടുകാരൻ അച്ചുവിൻ്റെ ചേട്ടന്മാരാട്ടോ. ഇവർ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ ചെന്നു. അപ്പോൾ അത് ചുഞ്ചുരു ബേബി ചെന്ന വഴി അതിൻ്റെ കളിപ്പാട്ടൊക്കെ എടുത്ത് വെച്ച് കളിക്കാൻ കേട്ടോ. അപ്പോൾ അത് ചുഞ്ചുരു ബേബി നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ചുഞ്ചുരു ബേബി ചെന്ന വഴി അതൊക്കെ ഇരുന്ന് കളിച്ചു കേട്ടോ. പിന്നെ ഈ കളിപ്പാട്ടങ്ങൾ എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്നാലും ചുഞ്ചുരു ബേബിയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പം ഞങ്ങളിതേ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞേ. അപ്പം നമ്മൾ അമ്പലത്തിൽ പോണ വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞേ. അപ്പം ഇനി അമ്പലത്തിൽ പോണ വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവർക്കും ബൈ.